ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന ദൈവവചനം, ദൈവമായിരുന്ന വചനം യോഹന്നാൻ 1:14 പറയുന്നു, ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ പാർത്ത ജഡമായി തീർന്ന വചനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു. ഈ കർത്താവിലാണ് ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ഈ കർത്താവ്, ഈ പുത്രനായ ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിൽ വന്നു, ജീവിച്ചു, കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇന്ന് എവിടെയാണ് കർത്താവ് ജീവിക്കുന്നത്? കർത്താവ് ആത്മാവായി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളങ്ങളിൽ കർത്താവ് ജീവിക്കുന്നു. ദൈവവചനം പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഇത് കർത്താവ് നമ്മിലാണ് വസിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മളിലാണ് വസിക്കുന്നത്. ദൈവവൈതലെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന്? ദൈവവചനം പറയുന്ന, ലോകവും അതിനുള്ളതിലൊക്കെ ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. പിന്നെ അവൻ വാസം ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെ ഉള്ളത്തിലാണ് കർത്താവ് വാസം ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. അല്ലയോ പ്രിയപ്പെട്ട ദൈവവൈതലെ, നിങ്ങൾ വിശ്വസിക്കണം കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്നു എന്ന്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ദൈവം എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ, ഒരു ദൈവ പൈതലായി തീർന്നാൽ, കർത്താവ് വചനം ജഡമായി ലോകത്തിൽ വന്ന് എൻ്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ചു, യാഗമായി തീർന്നു, ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങളുടെ പാപപരിഹാരമായി തീർന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ രക്ഷിതാവും നാഥനും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ, ആ കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കും. ആ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായി നിങ്ങളുടെ ശരീരം തീരും. ആ ദൈവം നിങ്ങളിൽ വസിച്ച്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ശരീരം തീരും. എന്തൊരു ഭാഗ്യാവസ്ഥയാണ്! പരിമിതികളില്ലാത്തവനായ നമ്മുടെ ദൈവം പരിമിതികളുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത്, നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നത് പോലെ വേറൊരു ഭാഗ്യാവസ്ഥയില്ല.